മനുവിനോട് മനസ്സ് തുറന്ന് അലീന. അങ്ങനെ മനുവാണെങ്കിൽ അലീനയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അലീനയെ വിളിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മനുവിൻ്റെ ഫോൺ കണ്ടതും അലീന വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. എന്താ മനുവേട്ടാ പറയ് എന്ന് പറയുമ്പോൾ, അല്ല കുറച്ച് ദിവസമായല്ലോ വിളിച്ചിട്ട്, അതുകൊണ്ട് വിളിച്ചതാണ്, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിൽ പപ്പയുടെ അടുത്ത് വന്നതിന് ശേഷമുണ്ടായ കഥകളൊക്കെ നമ്മുടെ അലീന മനുവിനോട് പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം മനുവാണെങ്കിൽ അലീനയോട് ചോദിക്കുകയാണ്, നിനക്ക് പേടിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇവിടെ എൻ്റെ വല്യപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു, തന്നെ ഓടിക്കാനാണ് വന്നത്. പക്ഷേ താൻ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും നീ പുലി തന്നെയല്ലേ, സ്നേഹം കൊടുത്ത് എല്ലാവരെയും കീഴ്പ്പെടുത്താനായിട്ട് നിനക്ക് പണ്ടേ കഴിവുണ്ടല്ലോ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ, ഓ മനുവേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുകയാണ്. കൂടാതെ പപ്പയുടെ അടുത്ത് ചെറിയ ചെറിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നുള്ള ഭാവത്തിലാണ്. പക്ഷേ പപ്പയുടെ സ്ട്രിക്റ്റ് ഭാവമൊക്കെ ഞാൻ ഓരോ ദിവസം പ്രതിയും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് പപ്പ പൊട്ടിത്തെറിക്കുന്നുണ്ടോ നിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യമൊക്കെ പെടുന്നുണ്ടെങ്കിലും ഒടുവിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പപ്പയ്ക്ക് തോന്നുമ്പോൾ പപ്പ എനിക്ക് വേണ്ടി വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അപ്പോൾ നീ ഏതാണ്ട് അവിടുത്തെ ആൾ തന്നെ ആയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും മനുവേട്ട, പപ്പയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ തന്നെ വല്യപ്പച്ചനും എന്നെ അതിൽ കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ചെറിയ ചെറിയ പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും അവർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അലീന പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. എല്ലാവരും നിന്നെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ ഈ എന്നെ മറന്നു പോകരുത് കേട്ടോ എന്ന് മനു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, മനുവേട്ടനെ ഞാൻ അങ്ങനെ മറക്കുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഉയർച്ചയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാന കാരണം മനുവേട്ടനും അച്ഛനും ഒക്കെ തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നീ പോയതിനു ശേഷം എൻ്റെ മനസ്സ് വല്ലാതെ സങ്കടത്തിലും വിഷമത്തിലായിരുന്നു. പക്ഷേ നീ സന്തോഷത്തിലാണെന്നറിഞ്ഞപ്പോൾ എനിക്കും വല്ലാതെ സന്തോഷമായി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇത് സമയമാണെങ്കിൽ അലീന പറയുന്നുണ്ട്, എനിക്ക് എന്തിനും ഏതിനും മനുവേട്ടനുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനുവേട്ടനെ വിളിച്ചതും മനുവേട്ടൻ വിളിക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് തന്നെ ഏത് സാഹചര്യത്തിലായിരുന്നാലും എടുക്കുന്നതും എന്ന് പറയുമ്പോൾ, എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നിനക്ക് വിജയം മാത്രം ഉണ്ടാക്കട്ടെ, ഞാൻ അതുമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊക്കെ സമയവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് എന്ന് അലീന മനുവിനോട് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ആണെങ്കിൽ നീ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാനായിട്ട് പറയുകയും കൃത്യമായിട്ട് അലീനയിൽ നിന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സർപ്രൈസ് വിസിറ്റ് എങ്ങാണ്ട് മനു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ, ശരി മനുവേട്ട, ഇടയ്ക്കൊക്കെ വിളിക്കണേ, ഞാനിപ്പോൾ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ്, വല്യപ്പച്ചൻ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഞാൻ നിന്നെ വിളിക്കാം,
കൂടാതെ നിനക്കൊരു സർപ്രൈസും ഞാൻ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണണേ.